പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച്. അന്യഭാഷ പറയണമെന്നല്ല പറഞ്ഞത്, വിവേകത്തോടുകൂടെ ഭാര്യമാരോടുകൂടെ വസിച്ച്. സ്ത്രീജനം ബലഹീന പാത്രമെന്നും. സ്ത്രീജനം അത് അത്ര തോന്നുന്നില്ലെന്നുണ്ട് അവൻ വെളിന്ന് പറയുന്നതിനോട്. സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അമ്മി മുകളിലോ താഴെയോ ഉണ്ട്, പരസ്പര സമ്മതം കൂടാതെ. അധ്യായത്തിൽ മുകളിലോ താഴെയോ എവിടെയുണ്ട്? കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കും. മുകളിൽ എഴുതിയിട്ടുണ്ട് ഭർത്താക്കന്മാര് എങ്ങനെ ആയിരിക്കണം ഭാര്യയോട്. അതൊക്കെ വീട്ടിൽ ചെന്ന് അമ്മി പഠിക്കണം. പരസ്പര സമ്മതത്തോടെ വേണം പ്രാർത്ഥനയ്ക്ക് വേറിട്ടിരിക്കാൻ. സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും നിങ്ങൾ ചേർന്നിരിക്കണം. ഒരാമയും പറഞ്ഞാട്ടെ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. കുടുംബം ഐക്യതയെ കൊണ്ടുപോകാമെങ്കിൽ ആ കുടുംബം സ്വർഗമായി മാറും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ചോദിക്കുക, ഇനിയും ദൈവത്തിന് സ്തോത്രം, ഈ കുടുംബം ഐക്യത പോലെ കുടുംബത്തിലുള്ളവരും ഐക്യത വരണം. കുടുംബത്തില് ഉള്ളവരും. ഇപ്പൊ 4 സ്ത്രീകളാണ് താമസിക്കുന്നെങ്കിൽ, പണ്ട് നയാഗ്ര വെള്ളച്ചാട്ടം കാണാനായിട്ട് കുറെ പേര് പോയി. പോയി. ടീം ലീഡറുണ്ട്. അവിടെ ബസ് കൊണ്ട് നിർത്തിയപ്പോൾ അവരോട് പറഞ്ഞു, നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ വലിയ ശബ്ദമാണ്, ആ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി എവിടെ വരെ വന്നേ, അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞാൽ അവരതിനെക്കാട്ടി ബഹളമാ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. സ്ത്രീകൾ തമ്മിൽ, ഈ പുരുഷന്മാര് തമ്മിൽ പിന്നെ യോജിക്കും. സ്ത്രീകൾ തമ്മിൽ യോജിക്കാനാ ഇച്ചിരി പാട്. ഒന്നും വരുന്നില്ലല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ഏത് തകർച്ചയിൽ പോയവരും യോജിക്കപ്പെട്ടാൽ, ഒരുമയോടെ നിന്നാൽ, ഈ രൂത്തും നവോമിയും കൂടെ ഒന്നിച്ച് ബേത്ലഹേമിലേക്ക് ഒരു യാത്രയുണ്ട്. അവർ ഒന്നിച്ച് നടന്നെന്ന ആ ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏത് അതമ്പതിച്ചവനും യൂണിറ്റി ഉണ്ടെങ്കിൽ അവന്റെ ജീവിതം വേറെ ലെവലിലെത്തും. ഓ ഹല്ലേലൂയ. ആരാധിക്കുന്ന ചിലരോട് പറയാം, പിശാച് അവിടെ നിൽക്കട്ടെ, മന്ത്രവാദം അവിടെ നിൽക്കട്ടെ, ആഭിചാർ നിന്നെ തൊടുകയില്ല. നിന്റെ കുടുംബത്തിൽ ഐക്യതയുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നവർ തമ്മിൽ ഐക്യതയുണ്ടെങ്കിൽ, യെസ്, സ്തോത്രം. അപ്പം കുടുംബജീവിതത്തിൽ ഐക്യത വേണം, കുടുംബത്തിൽ ഐക്യത വേണം. ഇനി അടുത്ത കേട്ടോ, പെട്ടെന്ന് പോമേ, സഭയിൽ ഐക്യത വേണം. ചർച്ചില് നമ്മൾ ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഒട്ടും ഐക്യത ഇല്ല. ഞാനല്ലോ നമ്മൾ ഈ കർത്താവിനെ കണ്ടു വന്നിട്ടും എന്തില്ല, മിണ്ടുന്നില്ല. ഹല്ലേലൂയ. പണ്ട് ഞാൻ പോസ്റ്റ് കണ്ടു, ഒരു ചർച്ചിനകത്ത് കയറ് വലിച്ച് കെട്ടിട്ട് ഒരു സൈഡ് കൂട്ടർ അങ്ങോട്ട് തിരിഞ്ഞെന്ന് പാടുന്നു, ഒരു കൂട്ടർ ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് പാടുന്നു. രണ്ടുപേരും പാടുന്നു, എന്തതിശയമേ ദൈവത്തിൽ. പാട്ട് ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെയല്ല. സഭയിൽ എന്തോ വേണം? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം എന്നെടുത്തേ, പെട്ടെന്ന് ദൂതിലോട്ട് വരാം. സ്തോത്രം. 46-ാം വാക്യം. ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും, ഒരുമനപ്പെട്ട് ദിനംപ്രതി
ദൈവാലയത്തിൽ കൂടി വരികയും, രണ്ട് മനസ്സോടല്ല, ഒരേ മനസ്സോടെ ദിനം പ്രതി ദൈവാലയത്തിൽ. അപ്പോസ്തലന്മാരുടെ കാലത്ത് അത്ഭുതം അടയാളം നടന്നത് എന്താണെന്നറിയോ? അത്ഭുതം ഒരാടെ വരദാനമായിട്ട് വരുത്തുകയല്ലായിരുന്നു, മറിച്ച് ഐക്യതയുടെ നടുവിൽ അത്ഭുതങ്ങൾ വെളിപ്പെടുക. ഓ ഹല്ലേലൂയ! ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. മറ്റൊരാളെ സ്നേഹിക്കാൻ, കരുതാൻ, ചേർത്ത് നിർത്താൻ ഒക്കെ നിനക്ക് കഴിയുന്നെങ്കിൽ അതിനർത്ഥം നിന്റെ അകത്തൊരു യൂണിറ്റിയുടെ ആത്മാവ്, ഒരു ഐക്യതയുടെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയോ, ഈ സഭയിൽ എത്ര ആത്മാക്കൾ വരുന്നതിന് പിശാചിന് ഒരു വിരോധവും ഇല്ല, പക്ഷെ യൂണിറ്റിയോടെ നിൽക്കത്തില്ല. ഇപ്പം ചിലർ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും, പക്ഷേ ആ സഭയിലുള്ള എല്ലാവരുടെയും കുറ്റം എല്ലാവരോടും പറയും. ഫോണിൽ വിളിച്ച്, ബ്രദറെ പുള്ളി അറിയോ, കൃപാവരമൊന്നുമല്ല, നീ കുഞ്ഞപ്പൻ്റെ കയ്യില. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരാടെ കുറവ് പറയുമ്പം അതിനെക്കാട്ടി വലിയ കുറവ് നമുക്കുണ്ട്. അന്യന്റെ കണ്ണിലെ കരട് തപ്പരുത്, സ്വന്തം കണ്ണിലെ കോല് കണ്ടുപിടിച്ച് മാറ്റണം. നിന്റെ അനുഗ്രഹത്തിന് ആരും തടസ്സമല്ല. ഞാൻ ഇന്നുവരെ ഇങ്ങനെ പ്രസംഗിച്ചില്ല, പക്ഷെ ഇന്ന് പറയണമെന്ന് എന്നോട് കർത്താവ് പറഞ്ഞു. ചില വീടുകൾക്കകത്ത് ഉത്തരം കിട്ടാൻ സമയമായി. അവർ ഒരുമനപ്പെട്ട്, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ യൂണിറ്റിയുടെ ആത്മാവിനെ കെടുത്തുന്ന വ്യാപാരത്തെ ഇന്ന് ശാസിക്കാൻ പോവാ. ഓ യേശുവിന്റെ നാമത്തിൽ ഭാര്യ ഭർത്തൃ ജീവിതം, സഭാ ജീവിതം, ആത്മീക ജീവിതം, അതിന് യൂണിറ്റിയെ കെടുത്തി നിന്നെ തകർക്കാൻ നോക്കുന്ന ആ വ്യാപാരത്തെ ഇന്ന് പൊട്ടിക്കണം. എത്ര പേര് റെഡിയാ? നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് അടുത്ത ദിവസങ്ങളിൽ തെളിയിക്കാൻ പോവുക. നിന്റെ രക്തബന്ധങ്ങൾ നോക്കി നിൽക്കെ, നിന്റെ പ്രയറിന്റെ മറുപടി. ഓ ഹല്ലേലൂയ! എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ! ഈ ദൈവത്തിന് സ്തോത്രം. കൊരിന്തിലെ സഭയോട് പൗലോസ് പറയുന്ന സമയത്ത് സഭയോട് പറയാണ് കേട്ടോ. ഹല്ലേലൂയ! നമ്മെ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും, സഹോദരന്മാരെ നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. പൗലോസ് പറയാ, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചു വരണം. ദൈവപ്രവൃത്തി എവിടെയാണ്? ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചു വരുമ്പോഴാണ് ദൈവപ്രവൃത്തി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അതിനു മുമ്പ് പൗലോസ് അവരെ പ്രബോധിപ്പിക്കുന്ന ഭാഗം അതിന്റെ തൊട്ടു മുകളിലത്തെ വാക്യത്തിലുണ്ട്. 9-ാം വാക്യം, തന്റെ പുത്രന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞേച്ച് 10-ാം വാക്യം പ്രബോധിപ്പിക്കാൻ കാര്യം 11-ാം വാക്യത്തിൽ സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആൾക്കാരാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത കൊരിന്തിലെ സഭയ്ക്കകത്ത് യോജിപ്പ് കുറവുണ്ടെന്നും പിണക്കമുണ്ടെന്നും പൗലോസിന് അറിവ് കിട്ടി. ശ്രദ്ധിക്കുകയാണ്. ഒരു വശത്ത് സഭ ആത്മാവ് പണിയുമ്പോൾ മറുവശത്ത് വിയോജിപ്പ് വരുത്തി കുടുംബത്തെ തകർക്കുന്ന രീതിയിൽ സഭയെ തകർക്കുന്നതിൽ പിശാച് പ്രവർത്തിക്കുക. ഇത് തിരിച്ചറിഞ്ഞ പൗലോസ് പറയാം, ഈ കൂട്ടായ്മയിലേക്ക് നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. നാളെ ഒരാൾ എന്നോട് പറഞ്ഞ, പാസ്റ്ററെ നിങ്ങളുടെയൊക്കെ പ്രസംഗം കേട്ടാൽ ഞങ്ങൾ ഓർക്കും ഞങ്ങൾ എത്ര നല്ലവരാണ്. കാര്യം നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട്. ഇല്ലല്ലോ. ഞാൻ ചുമ്മാ ചോദിക്കുവാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഇടയിലെ ഒരുത്തൻ വിസ്കി കുടിച്ചാൽ കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ നല്ല കുടുംബത്തിൽ പറഞ്ഞവരെല്ലാം ഞങ്ങളുടെ സഭയിൽ വിസ്കി കുടിച്ചാൽ അവനെ ഇരുത്തുക. നിങ്ങളുടെ ഇടയിൽ സിഗരറ്റ് വലിച്ചാൽ കുഴപ്പമുണ്ടോ? ഓ, എല്ലാവരും വലിക്കുമല്ലോ.
കുർബാന എടുത്തേച്ച് വരുമ്പോൾ സിഗരറ്റിന്റെ പൊതി താഴെ വീണിട്ടുണ്ടല്ലോ. പക്ഷെ ഞങ്ങളുടെ സഭയിൽ സിഗരറ്റ് വലിക്ക് ഒരുത്തനുണ്ട്, അവനെ ചർച്ചയിൽ കയറ്റുക. മിണ്ടുന്നില്ലല്ലോ. എന്നാലും പുള്ളി ചോദിക്കുക, അപ്പം നിങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ടല്ലോ, ചൊവ്വ നന്നാക്കാൻ ശ്രദ്ധിക്കണം. നിന്നെ കുറച്ചുകൂടെ കർത്താവിന്റെ മണവാട്ടിയെ ഒരുക്കിയെടുക്കാനായി പ്രസംഗം. ഒരാമയും പറഞ്ഞു തുടങ്ങണം. അല്പം കൂടെ ക്ലിയർ ആയാൽ നിന്റെ അകത്ത് വലിയ ദൈവപ്രവൃത്തിയുണ്ട്. അതിന്റെ കാര്യം എന്താ? നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ ബൈബിൾ ഇന്ന് ഇച്ചിരി നീണ്ടാലും വേണ്ടി വരും. ഇന്നൊരു ദൂത് പറയണം. ഈ ഒരുമയുടെ അനുഭവം ബൈബിളിലുണ്ട്. ഒരുമപ്പെടുമ്പോ എന്താ സംഭവിക്കുന്നത് കേട്ടാൽ നിന്റെ എല്ലാ വിയോജിപ്പും മാറും. നിന്റെ ആ യോജിക്കാഴിക എല്ലാം മാറും. ഞാൻ പറയുന്നത്, ഒരു മിണ്ടാത്തവരോട് നീ കയറി അങ്ങ് മിണ്ടിക്കോണം. കണ്ടോ, മിണ്ടുന്നില്ല. നമ്മൾ ആരുടെയും കുറ്റം പറയാതിരുന്നാ മതി. ഒരാമയും പറഞ്ഞാട്ട്, നമ്മൾ ഈ ചർച്ച കൊണ്ടുവന്ന കുറ്റം കണ്ടുപിടിക്കാനല്ല. നമ്മളൊരു ചിലര് വീട്ടിൽ പോയാൽ ബോംബിട്ട് വെച്ചാൽ പോരത്തുള്ളൂ. ഒരു പറഞ്ഞു എന്ന് വിടുന്നില്ലല്ലോ, മെസ്സേജിൽ എന്ന് വിടണ്ടല്ലോ, ഇട്ടാ പൊട്ടിക്കൊള്ളുമല്ലോ. വേണം മിണ്ടുന്നില്ല. ഞാനൊരു ഫാമിലി പ്രോബ്ലം തീർക്കാനായിട്ട് ഹസ്ബൻഡിനോടും വൈഫിനോടും സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞു, അച്ഛാനെ ഈ അമ്മാമ്മയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. അപ്പൊ പുള്ളിക്കാരൻ പറയാ, ബീന എന്നോട് പറഞ്ഞു, ഞാൻ മറക്കുകയല്ല. ഇത് ചെയ്തു ബീനായ അത് അവരുടെ ബന്ധത്തിലങ്ങോട്ടൊരു ബീന ഒരു ദിവസം അവിടെ ചെന്നപ്പം പറഞ്ഞു, അമ്മാമ്മ ഇച്ചിരി സൂക്ഷിച്ചോണം. എന്നോട് അപ്പുറത്തെ സുമ പറഞ്ഞു, അമ്മാമ്മയ്ക്ക് അച്ഛ ആരുമായിട്ട് ഒരു വാട്സാപ്പ് ചാറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു, എന്നാ ബീനായി വിളിച്ച്. ഞാൻ പറഞ്ഞു, ബീന, അയ്യോ ഞാൻ അന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അന്ന് ആരാന്ന് പോലും ഞാൻ ഇവിടെ 14 കൊല്ലം കൊണ്ട് കിടന്ന് പൊട്ടിത്തെറിക്കുക. ഞാൻ നിങ്ങളോട് തുറന്നു പറയും, അറിവില്ലാത്ത ഒരു കാര്യവും നിന്റെ വാഗൊണ്ട് പറയാൻ പാടില്ല. അത് ഒത്തിരി പേർക്ക് ദോഷം ചെയ്യും. ഒത്തിരി കുടുംബ ബന്ധങ്ങളെ ഈ ഞങ്ങൾ പ്രവാചകന്മാരെ വലയ്ക്കുന്നൊരു പ്രശ്നം. നമ്മളെ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വിളിക്കുവാണെങ്കിൽ പ്രാർത്ഥിച്ച് നമ്മുടെ അടുക്ക പ്രാർത്ഥിക്കാൻ വരുവാണെങ്കിൽ ചില ഭർത്താക്കന്മാർക്ക് ഭാര്യ ഭയങ്കര സംശയമാണ്. അപ്പൊ അവര് വരുമ്പോഴേ നമ്മളോട് പറയും, പക്ഷേ എനിക്ക് ഇവിടെ ഭയങ്കര സംശയം, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച് എനിക്കൊരു പേര് കർത്താവ് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിനക്ക് പേര് തന്നെ പിന്നെ എൻ്റെ അടുക്ക വരണം. മിണ്ടുന്നില്ല. ആ സ്ത്രീ ഒരു പാവം പിടിച്ചോരാ. പുള്ളി എങ്ങാണ്ട് ഉറക്കത്തിൽ ഒരു പേര് കണ്ട, അതിന് ആ പാവം പിടിച്ചോന്നും തോന്നണം. അവരെ നന്നാക്കാം. അത് ഇന്ന പ്രവാചകം വെളിപ്പെടുത്തി. എന്നോട് ദൈവം ഒരു ദിവസം പ്രസംഗിച്ചപ്പം ഒരു പാസ്റ്റർ പ്രസംഗിക്കും, ഞാൻ ഇന്ന് കേട്ടു പാസ്റ്റർ നിനക്ക് വെളിപ്പെടുത്തിയത് കറക്റ്റാണ്. ഞാൻ പറഞ്ഞു, ഈ പേക്കിനാവല്ല കേട്ടോ, പോകുന്ന പോക്കുണ്ടോ? മിണ്ടുന്നില്ല. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു വലിയ കാര്യം നിങ്ങളോട് ഞാൻ തുറന്നു പറയാം. ഇന്ന് ഇതൊക്കെ പറയണമെന്ന് എന്നോട് കർത്താവ് പറയുക. ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെയുള്ള ദൂതായത്. നിന്റെ വീട്ടിൽ പിശാച് സൃഷ്ടിച്ച പൊട്ടിത്തെറി ഇന്ന് ക്യാൻസൽ ആകണം. ഈ ഒരുമയുടെ ഒരു ഗുണം അറിയോ? രണ്ടുപേര് നിങ്ങൾക്കറിയോ, ശുശ്രൂഷ കർത്താവ് അയച്ചപ്പോ ഈ 2 പേരെ അയച്ചു. എന്തിനാ? നീ കർത്താവിനോട് പറ്റുന്ന പോലെ തന്നെ നിന്റെ സഹോദരനോട് പറ്റുമെന്ന് കർത്താവിന് അറിയണം. കണ്ടോ, മിണ്ടുന്നില്ല. ഞാനും നിങ്ങളോടൊരു ദൂത് പറയാം. ഇവിടെ ഇരിക്കുന്ന കുറച്ചുപേർ ഐക്യമത്യപ്പെട്ടാൽ ഈ സഭ 10,000 മാറും. യേശുവിന്റെ നാമത്തില് ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഒത്തൊരുമയുടെ ഒരു പിക്ചർ ബൈബിളിലുണ്ട്. ഒത്തൊരുമയുടെ ഒരു പിക്ചർ. ഇന്ന് ഞാൻ വിചാരിക്കാം, ഈ ഒത്തൊരുമയുടെ ചിത്രം നിങ്ങളുടെ വീടിന്റെ ചുവരിൽ പരിശുദ്ധാത്മാവ് വരയ്ക്കണം. എത്ര പേർക്ക് ആത്മാവിഭാരം? നിങ്ങൾ പറയുന്ന പല പ്രശ്നവും ഇന്ന് ദൈവം സോൾവ് ചെയ്തു വരും. നിങ്ങളുടെ പല പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഇന്ന് ഹോളി സ്പിരിറ്റ് തരാൻ പോവുക.
നിന്റെ കുടുംബത്തെ ഛിന്ന ഭിന്നമാക്കിയ ആ പൈശാചിക വലയങ്ങളെ ഇന്നത്തെ ആരാധനയിൽ ദൈവവചനം എന്ന വാളുകൊണ്ട് കീറി മാറ്റണം. ഓ ഹല്ലേലൂയ. ഈ ഒരുമയുടെ ഒരു സങ്കീർത്തനം ബൈബിളിലുണ്ട്. അത് 133 സങ്കീർത്തനമാണ് കേട്ടോ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്, എനിക്കറിയാവുന്ന 2 സഹോദരങ്ങളുണ്ട്. 2 സഹോദരങ്ങൾ അവർ എറണാകുളത്താണ്. ഞാൻ ഒത്തിരി പ്രാവശ്യം അവരോട് സഹകരിച്ചിട്ടുണ്ട്. കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല അവര്. ഇപ്പൊ ഞങ്ങൾ 3 പേരും കൂടെ വണ്ടിയെ പോകുന്നെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ അവർ പറയും നമുക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം. അപ്പം നമ്മൾ പറയും എവിടാ കഴിക്കുന്നത്? അപ്പോൾ അനിയൻ പറയും, ചേട്ടൻ പറയും അനിയൻ പറയും. ഇവർ രണ്ടും പറയുമല്ലാതെ എങ്ങും കഴിക്കാൻ. ഞാൻ പറഞ്ഞു ഞാൻ നിർത്തും. ആ പാസ്റ്റർ നിർത്തുന്ന കറക്റ്റ്. കണ്ടോ, യൂണിറ്റി. അപ്പൊ ഞാൻ ചേട്ടൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ഇച്ചിരി ടൈറ്റാ. അതായത് ഇങ്ങനെ പുള്ളി നിൽക്കുമ്പോൾ ബട്ടൺസ് ഒക്കെ ഇങ്ങനെ. ഞാൻ ചോദിച്ചു നിനക്ക് ഇച്ചിരി ലൂസ് ഷർട്ട് എടുക്കുക. അത് അനിയൻ എടുത്താ, അവനെടുത്ത ഞാൻ ഇടണ്ടേ? ബട്ടൺസ് ഇങ്ങനെ തള്ളിയിടുന്ന എന്താ കുഴപ്പം? വമ്പം ബിസിനസ്. ദശാംശമൊക്കെ കൊടുക്കുന്ന ഒരു പിടി നോട്ട. ഭയങ്കര അനുഗ്രഹം. മൂത്താൻ കല്യാണം കഴിച്ചു. വന്ന് കയറി കൊച്ചു നല്ല കൊച്ചു. അതുകൊണ്ട് പിറ്റേ മാസം തന്നെ അടുത്ത വീട്ടിലോട്ട് മാറി. ഞാൻ നിന്നോട് ചേട്ടനെന്തേ? അവൻ എന്നെ പോയി നാരാണ്. 10 വർഷം എനിക്ക് ബന്ധമുണ്ടോ അവരുമായിട്ട്? ചുരുക്കി പറയാം, അനിയനും കല്യാണം കഴിച്ചു. അനിയന്റെ കല്യാണത്തിന് ഞാൻ ചെന്നപ്പോൾ ചേട്ടനും ഭാര്യയില്ല. അവരെവിടെ പോയി? അവർ UK ടൂർ പോയി. ഇപ്പൊ 2 പേര് യൂണിറ്റ് ആയ കാര്യം എല്ലാം പോയി. ഇപ്പൊ പിച്ചപാത്രം എടുത്ത പരുവത്തിലായിട്ടോ. അന്നേരം ഇപ്പൊ ചേട്ടൻ പറയുന്ന പോലെ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല കാലം വന്നപ്പം തമ്പുരെ അനുഗ്രഹിച്ചിരുന്ന കാലമായപ്പോ യൂണിറ്റി കളഞ്ഞു. ഓർത്തോണം, ഒരു ശുശ്രൂഷയായാലും ഒരു കുടുംബമായാലും ഒരുമയാണ് ഒരു വീടിന്റെ വിജയം. ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്റെ കുടുംബത്തിനകത്തെ ചിന്തിരിപ്പിന്റെ വ്യാപാരത്തെ, സഭയിലെ ചിന്തിരിപ്പിന്റെ വ്യാപാരത്തെ, ശുശ്രൂഷ തലത്തിലെ ചിന്തിരിപ്പിന്റെ വ്യാപാരത്തെ ഇത് ശാസിച്ചേ പോകുന്നു. അങ്ങനെ ഒരു സെക്ഷനാണ് ഇവിടെ വെളിപ്പെടാൻ പോകുന്നത്. എത്ര പേര് ആമയും പറയാൻ പറ്റും? 133 സങ്കീർത്തനം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. സങ്കീർത്തനക്കാരൻ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക്, അത് വെളിപ്പെടുത്തുക, അത് വസ്ത്രത്തിന്റെ വെളിമ്പിലേക്ക്, നീണ്ടുകിടക്കുന്ന താടിയിലേക്ക് അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെ. ഒരാമയും പറഞ്ഞാട്ട് എന്ന് പറഞ്ഞ തലയിലൊഴിച്ച അഭിഷേക തൈലം താടി വഴി ഒഴുകി വസ്ത്രത്തിന്റെ വെളിമ്പ് വരെ ഒരുവൻ അഭിഷേകം ഒഴുകുന്നത് പോലെയാണ് ഒരുമയോടെ പാർക്കുന്നവന്റെ പ്രാർത്ഥന. ഓ ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിക്കാം, നിന്റെ വീട്ടിലെ മുഴുവൻ സാത്താന്യ കെട്ടും അഴിഞ്ഞിട്ട് നിന്റെ വീട്ടിലൂടെ അഭിഷേകം ഒഴുകണം. എത്ര പേർ റെഡിയാ? ചില വീടുകൾക്കകത്ത് അഭിഷേകത്തിന്റെ നിറവ് വെളിപ്പെടാൻ പോവുക. തലയിൽ ഒഴിച്ച വിശേഷ തൈലം അത് താടി വഴി ഒഴുകി. അല്പനേരം ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവർ സ്തുതിക്കണം. എന്നോട് ഹോളി സ്പിരിറ്റ് പറയാം, നിന്റെ വീട്ടിലെ ഐക്യത എടുത്തു കളഞ്ഞെങ്കിൽ ഇന്ന് അതിനെ പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യണം. എത്ര പേര് റെഡിയാ ദൂത് സ്വീകരിക്കാൻ? നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ നിന്റെ വീട്ടിലോട്ട് ഒഴുകി ഇറങ്ങാൻ പോവുക. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? നിന്നെ രോഗിയാക്കിയ, നിന്റെ കുടുംബത്തെ തകർത്ത, കുടുംബ ബന്ധങ്ങളെ തകർത്ത ആ പൈശാചിക സ്പിരിറ്റ്
ഭയങ്കര ദൈവസാന്നിധ്യം ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ലാംധന ഹസന പ്രബാധന സന്ധന. നമ്മുടെ എല്ലാവരുടെയും ശുശ്രൂഷയ്ക്ക് വലിയ മാറ്റം വരാൻ പോവാ. നമ്മുടെ എല്ലാം പ്രാർ ലൈഫിന് വലിയ മാറ്റം വരാൻ പോവാ. യേശുവിന്റെ നാമത്തില് ഇതിനകത്ത് വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവാ. എന്നിട്ട് അടുത്ത് എഴുതിയിരിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കണം, അത് വസ്ത്രത്തിന്റെ വെളിമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും ചതിനോട് ദൂത് പറയുക. ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ അഭിഷേകം ഒഴുകാൻ പോവുക. നിന്റെ വീട്ടിനകത്ത് അഭിഷേകം ഒഴുകാൻ പോവുക. ഒരു ദുഷ്ടശക്തിക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഹോളി സ്പിരിറ്റ് നിന്റെ ഫാമിലിയില്. രക്തം എവിടൊക്കെയോ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇടർച്ച വരുത്തുന്നതെല്ലാം എടുത്തു മാറ്റുകേ. അവയവങ്ങൾ ഇടർച്ച വരുത്തുന്നതിൽ എടുത്തു മാറ്റ്. തന്നെത്താൻ താഴ്വ ധരിക്ക്. നിന്റെ വീട് സ്വർഗമാകാൻ പോവുക. എന്നിട്ട് അടുത്ത പദം, സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന, ഈ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെ ആകുന്നു. കേട്ടോ, അതെങ്ങനെയാന്ന് കേൾക്കണം. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെ. നല്ല മഞ്ഞ് പെയ്യുന്ന സ്ഥലത്ത്, ഇവിടെ അടുത്ത് നിങ്ങൾക്ക് മഞ്ഞ് പെയ്യുന്ന സ്ഥലം, ഓട ഇറങ്ങുന്ന സ്ഥലം, പൊന്മുടി പോയിട്ടുണ്ടോ? എല്ലാ ദിവസവും സിറ്റി തന്നെ അടുത്ത് വരെയാ, ഒന്ന് പോവും. ഞങ്ങൾക്കടുത്ത് മൂന്നാർ, വാഗമൺ, ഡോറിട്ടുകോ. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, സുവിശേഷ വേലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പം വലിയ കോട മഞ്ഞുകൊണ്ട് റോഡ് കാണത്തില്ല. റോഡിന് നടുക്കത്തെ വെള്ളവര നോക്കിയാ വരുന്നത്. 4000 അടി കൊക്കയാ ഇപ്പുറത്ത്. സ്തോത്രം. ആ മഞ്ഞത്തൊക്കെ വണ്ടി ഇറക്കിയിട്ടച്ച് ബോണറ്റെ കയറിയിരിക്കും. മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. ചില രാജ്യത്തൊക്കെ ചെല്ലുമ്പോ നമ്മള് പനി പിടിച്ചാലും വേണ്ടിയല്ല, ഈ മഞ്ഞത്തിറങ്ങി നിൽക്കുമ്പോ ഇത് നമ്മുടെ ദേഹത്ത് പൊഴിയുമ്പോൾ ഉള്ള ഒരു ഇതുപോലെ എഴുതിയേക്കുക. എന്താ? ഹല്ലേലൂയ. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെയും ആകുന്നു. അവിടെയല്ല ഒരുമയോടെ വസിക്കുന്നവന്റെ ജീവിതം. പിന്നെ അവിടെയല്ലോ യഹോവ അനുഗ്രഹവും, അവിടെയല്ലോ യഹോവയുടെ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നു. അവിടെയാണ് യഹോവയുടെ അനുഗ്രഹം. ഈ ദിവസങ്ങളിൽ എവിടെ യൂണിറ്റി ഉണ്ടോ അവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം. എത്ര പേര് ആമയും പറയാൻ പറ്റും? അപ്പൊ ഞാൻ അതെല്ലാം വിടുവാൻ നമ്മൾ അപ്പം ആദ്യം നമ്മൾ ധ്യാനിച്ചു, കുടുംബജീവിതത്തെ ഐക്യത വേണം. 2, കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യത വേണം. ഇപ്പം ശുശ്രൂഷിച്ചു, സഭയിലെ ദൈവമക്കൾ തമ്മിൽ എന്തോ വേണം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇനി പാസ്റ്റർമാർക്കുള്ള ദൂതാണ്. ഇപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹല്ലേലൂയ സന്തോഷം വരും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നമുക്ക് ആമേൻ. ഇനി അടുത്തത് വരുന്നത് പ്രാർത്ഥനയിൽ യൂണിറ്റി വേണം. അതാ പാസ്റ്റർമാരുടെ പറയാൻ വരുന്നേ ഉള്ളൂ. പ്രാർത്ഥനയിൽ യൂണിറ്റി വേണം. പ്രാർത്ഥനയിൽ പണ്ടൊരാള് ഒരു സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്നൊരു കട്ടിൽ ഒരാൾ വെളിയിലോട്ട് ഇറക്കുക. അപ്പം വഴിയെ പോയ ഒരാൾ നോക്കിയപ്പോൾ ഒരാൾ കട്ടില്, സ്തോത്രം, ഭയങ്കര പിടി നടത്തുന്നു. അയാൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അയാൾ സഹായിക്കാനായിട്ട് വന്നു. അപ്പം എത്ര ശ്രമിച്ചിട്ടും കട്ടിൽ അവിടെ തന്നെ നിൽക്കുക. കുറേ നേരമായപ്പോൾ അകത്ത് നിന്ന മനുഷ്യൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, എത്ര നേരം കൂടി കട്ടിലൊന്ന് വെളിയിൽ ഇറക്കാൻ ശ്രമിക്കുക. അന്നേരം പുള്ളിയോ ചോയ്യോ, ഞാൻ അകത്തോട്ട് കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു. കിട്ടിയോ? അമ്മി 2 മിനിറ്റ് കൊണ്ട് അമ്മി 2 പേരും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ആ കട്ടിൽ വെളിയിലിറങ്ങി. ഇതുപോലാണ് ഐക്യതയില്ലാത്ത പ്രാർത്ഥന ഒരേ ലെവലിൽ നിൽക്കും. ഐക്യതയുള്ള പ്രാർത്ഥനയ്ക്ക് ദിവസങ്ങൾക്കകത്ത് മറുപടിയാണ്. എത്ര പേര് അതിന് ആമയും പറയാൻ പറ്റും? ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലന്മാർക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം നിങ്ങൾ 24-ാം വാക്യം പിന്നെ നിങ്ങൾ വായിച്ചു നോക്കണം. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. എന്തുവാ? അത് കേട്ടിട്ട് അവര് ഒരുമനപ്പെട്ട്, കേട്ടോ, നിലവിളിക്കകത്ത് എന്തോ വേണം? ഒരുമ വേണം. ദൈവത്തെ അർദ്ധരാത്രി പൗലോസും ശീലാസും ഒരുമനപ്പെട്ട് പാടാൻ തുടങ്ങി.
ഒരാമയും വരുന്നില്ല. നിനക്ക് വന്ന ഏത് കുരുക്കും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച വിടുതലാവും. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അനന്തരം അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു, അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി. അനന്തരം അവൻ പന്തിരുവരെ അടുക്ക വിളിച്ചു, അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവർ വഴിക്ക് മതി. അവരെ എങ്ങനെ അയച്ചത്? ഈരണ്ടായി. കാരണം എന്താ? നമുക്ക് എല്ലാവർക്കും യേശുവിനെ ഇഷ്ടമാണ്, പക്ഷെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളെ നമുക്ക് ഇഷ്ടമല്ല. ബ്രദറെ, എനിക്ക് യേശു എന്ന് പറഞ്ഞാൽ ജീവനാണ്, പക്ഷെ ഞാൻ അടുത്ത് നിൽക്കുന്ന ആളോട് മിണ്ടത്തുമില്ല, കൈ കൊടുക്കത്തുമില്ല, ചിരിക്കത്തില്ല. കർത്താവ് പറഞ്ഞു അത് കൈവച്ചേക്കാൻ പറഞ്ഞു. ഞാനുമായിട്ട് നിനക്ക് ബന്ധമുണ്ട്, ഇവനുമായിട്ടും ബന്ധമുണ്ട്. ഒരാമയും പറയണം. ഹല്ലേലൂയ. യേശു പറഞ്ഞ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര രക്ഷിക്കാൻ വന്നത്. നിന്റെ സാന്നിധ്യം കൊണ്ട്, ഇടപെടൽ കൊണ്ട് ഒരു പാപി രക്ഷപ്പെടണം. എത്ര പേര് അതിന് ആമയും പറയാൻ പറ്റും? ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ഒരിക്കലൊരു ശവടക്ക് നടത്താനായിട്ട് നമ്മുടെ സഭയിൽ ഒരു അച്ഛൻ മരിച്ചുപോയി. അപ്പം ഞാനൊരു സ്ഥലത്ത് പോയിട്ട് ചെറിയ ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പം പാർക്കിംഗ് എല്ലാം അങ്ങ് ഫുള്ളായി. അവിടെ അങ്ങ് വേണം. അപ്പം ഇപ്പുറത്തെ വരുമ്പോൾ ഒരു സെക്യൂരിറ്റി വന്ന് നമ്മളെ ഇങ്ങനെ കയറ്റി വണ്ടി നല്ലതായിട്ട്, എന്നെനിക്ക് ഡ്രൈവറില്ല, നല്ലതായിട്ട് എന്നെ കൊണ്ട് പാർക്ക് ചെയ്യിപ്പിച്ചു. ഇറങ്ങി വന്നു, ഞാൻ കൈ കൊടുത്തു. ഓ, ഞാൻ പല സെക്യൂരിറ്റിമാരെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്തോ മിടുക്കനാണ്, എൻ്റെ വണ്ടി നല്ല ഭംഗിയായിട്ട് പാർക്ക് ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ പോലെ അവനെ എന്നെ അന്വേഷിച്ച ആഴ്ച യോഗത്തിന് വന്നു. നീയൊക്കെ എന്നാ സെക്യൂരിറ്റിയാണ്, നിനക്കൊക്കെ എന്നാ അറിയാം എന്ന് പറയല്ലേ. നിന്റെ ഒരു വാക്കൊരാളെ രക്ഷയിൽ കൊണ്ടുവരണം. മിണ്ടുന്നില്ല. ഞാനൊക്കെ ഒരാളുടെ കൂടെ കഴിക്കാൻ ഹോട്ടലിൽ കയറി. പിന്നെ ഞാൻ പട്ടിണി ഇരുന്നാലും ചിലരൂടെ കയറുക. അയാൾ ആദ്യം ചിക്കൻ കറി കൊണ്ടുവന്നു. ഇങ്ങനെയാണോളാ ചിക്കൻ കറി വെക്കുന്നേ? അവൻ പറഞ്ഞു, സാറേ ഇപ്പം മനേരെ വിളി, മനേര് ഇങ്ങനെയാണോ ചിക്കൻ കറി വെക്കുന്നത്? ഇവിടെ ചിക്കൻ കറി ആര് പറഞ്ഞു? ഊട്ടിക്കും ഞാൻ ഇവിടെ സാറിന് സ്പെഷ്യൽ ചിക്കൻ കറി കൊണ്ടുവരാടാ. അവൻ പോയി സ്പെഷ്യൽ ചിക്കൻ കറി കൊണ്ടുവന്നു. ഞാൻ കഴിച്ചു. പോയ വഴിക്ക് 5-8 പത്തടത്ത് കയറേണ്ടി വന്നു. അവൻ അത്രയും ഒരു കറിയാണ് കൊടുത്തത്. മനസ്സിലായില്ല. നമ്മൾ പോയപ്പം പറഞ്ഞു, അച്ചായ ഹോട്ടലിൽ മാത്രം ഉടക്കാൻ പോകല്ല. അവൻ ആ കിച്ചണിൽ കൊണ്ടുപോയിട്ട് എന്തോ ഒരു സാധനമാണ് നിനക്ക് തരുന്നതെന്ന് അറിയത്തില്ല. എടാ മോനെ, നല്ല ഫുഡാന്ന് പറഞ്ഞാൽ, അല്ലെ ഇതിരിച്ചൊരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അവൻ ശരിയാക്കി തരും. ഞാൻ അന്നേ പിന്നെ ആ പുള്ളിയുടെ കൂടെ ഹോട്ടലിൽ പോയാൽ ഞാൻ ഫാസ്റ്റിങ്, വണ്ടിയായിരിക്കും, കയറാൻ പറ്റുകയില്ല. ആരോടെപ്പം ഉടക്കുമെന്നറിയത്തില്ല. കണ്ടു മിണ്ടുന്നില്ല. ചിലർ വണ്ടി ഓടിച്ചാൽ വഴിയെ വന്ന മൊത്തം വണ്ടിക്കാരോട് ഓടും. ആരാടാ ഡ്രൈവിംഗ് പഠിപ്പിച്ചേ? ആരാടാ നിനക്ക് ലൈസൻസ് തന്നേ? ഇതെല്ലാം നമ്മൾ കേട്ടോണം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ എന്താ മനസ്സിലാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ആമേൻ. ഈരണ്ടായിട്ട് അയക്കുന്നതിന് രഹസ്യം നമ്മൾ മറ്റൊരാളെ കൂടെ ചേർത്ത് പിടിക്കണം. ഞാൻ ഇച്ചിട്ട് കയറി എന്ന് പറയാം. നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ നിങ്ങളൊന്ന് പഠിച്ചേ. ഈ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം ഒന്ന് എടുത്താട്. ഹല്ലേലൂയ. അതിൻ്റെ 3-ാമത്തെ വാക്യം, അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട്, അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഫിച്ച് ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന്. യൂണിറ്റി കണ്ടോ? നമ്മളാന്ന് ഒരാള് കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നും നടക്കല്ലേ. ഞാൻ കൈവെക്കുമ്പോ ഇവൻ കൈവച്ചപ്പോഴും നടന്നില്ല, മിണ്ടുന്നില്ല. ഇവിടെ ആരും കൈവച്ച് പ്രാർത്ഥിച്ച് സൗഖ്യമായാൽ എന്താ കുഴപ്പം? ആ രോഗി സൗഖ്യമായതല്ലേ വിഷയം. വേണ്ട, മിണ്ടുന്നില്ല. വ്യക്തികൾക്ക് എന്താ ഇവിടെ സ്ഥാനം? ഇവിടെ സ്ഥാനം കർത്താവിന് മാത്രം. എത്ര പേരാമയും
നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കാൻ ഇറങ്ങിയവരാ. അവര് പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. യോഹന്നാൻ പത്രോസ് കൊണ്ട് മാറി നിൽക്കുക, ഞാൻ ആ സീനിയർ, എന്നെ നോക്കാം. അവൻ ചൂണ്ടിട്ട് അവൻ ഈടെ വന്നേ ഉള്ളൂ. അല്ല, ഉണ്ടെന്നില്ലല്ലോ. അയ്യോ, പാഷന്മാരേലും ഒന്നും മിണ്ട, ഇവരും മിണ്ടുന്നില്ല. നിങ്ങൾ എന്നെ നോക്ക, ഞങ്ങളെ നോക്ക്, വെള്ളിയും ഞങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. വല്ലതും കിട്ടുമെന്ന് കരുതി ഒരു അഭിഷക്തന്റെ തന്റെ ഇടം കൊണ്ടോ ഞങ്ങളെ നോക്ക്, വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, നീ ചോദിക്കുന്ന വെള്ളിയില്ല, നീ ചോദിക്കുന്ന പൊന്നില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, അത് ഞങ്ങൾ നിനക്ക് തരിക. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക. ഒരു ഐക്യതയുടെ ശുശ്രൂഷ, ഒരു ഐക്യതയുടെ കൃപാവരം. എനിക്ക് പരിശുദ്ധാത്മാവ് ഒരു കാര്യം ബോധ്യപ്പെടുത്തി തരിക. യേശു പറയുക, നിങ്ങൾ ഭൂമിയിൽ വെച്ച് യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ സ്വർഗത്തിലെ ദൈവം നിനക്കത് ചെയ്തു തരും. ഒരാമയും വരുന്നില്ല. ഇത്രയും നേരം ഞാൻ പ്രയറിനെ കുറിച്ചല്ല പറഞ്ഞത്, ഐക്യതയെ കുറിച്ചാണ് പറഞ്ഞത്. നിന്റെ വീട്ടിൽ ഐക്യത വരണം, നിന്റെ സഭയിൽ ഐക്യത വരണം, നിന്റെ മിനിസ്ട്രിയിൽ ഐക്യത വരണം. എവിടെ ഐക്യത ഉണ്ടോ അവിടെ അത്ഭുതം ഉണ്ട്. ചില വീടിനകത്ത് ഭിന്നതയുടെ വ്യാപാരത്തെ ഇന്നത്തെ പ്രാർത്ഥനയെ ശാസിക്കുക. എന്നോട് ഹോളി സ്പിരിറ്റ്, നിന്റെ വീടിനകം ഒരു അത്ഭുതത്തിന് വഴിതെളിയ. കടിച്ചു കീറാൻ കൊതിക്കുന്ന ചെന്നായ പോലെ നിന്റെ ജീവിതത്തിനെ കടിച്ചു കീറാൻ നോക്കുന്ന ആ ദുഷ്ടശക്തികൾ ഇന്നത്തെ പ്രയറിൽ ക്യാൻസൽ ആകട്ടെ. യേശുവിന്റെ നാമത്തില് ലംദ സദന ബൗഡമന ഹസി. ചില കുടുംബങ്ങളെ തമ്മിൽ ഐക്യതയിൽ കോർത്തിണക്കുക. ഇന്ന് അഴിയാത്ത പല ബന്ധനം ഇന്നത്തെ പ്രാർത്ഥനയിൽ അഴിയും. ഒഴിയാത്ത എവിടെയോ ചില ദൈവപ്രവർത്തിയുടെ തുടക്കം ഞാൻ ആത്മാവി കാണുകയാ. ഇന്ന് ആരാധിക്കുന്ന ചിലരോട് ആ ദൂത പിശാചിന്റെ തന്ത്രങ്ങൾ ഇന്ന് പൊട്ടാൻ പോവുക. സാത്താന്റെ മന്ത്രങ്ങൾ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് വിരല് ചൂണ്ടുക. ഇന്ന് നിന്റെ കുടുംബത്തിന്റെ കെട്ടടി, ശുശ്രൂഷയിൽ യൂണിറ്റി നിൽക്കാതെ, പ്രാർത്ഥനയിൽ യൂണിറ്റി നിൽക്കാതെ നിന്റെ കുടുംബത്തിനകത്ത് ഇനി നമ്മൾ വായിച്ച വാക്യത്തിലോട്ട് നമുക്ക് വരാം. വായിച്ച വാക്യത്തിൽ അത് ഞാൻ അടുത്തൊരു ദിവസം പ്രസംഗിക്കാം. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ, കർത്താവ് പറയാ, ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിൽ ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കൽ നിന്ന് അവർക്ക് ലഭിക്കും. നെഞ്ചത്ത് കൈ വെച്ച് പറ, ലഭിക്കുമെന്ന് പറ. ഒരു വിശ്വാസം പറ, ലഭിക്കും. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിക്കുകയാ, ഐക്യത റെഡിയാക്കി ശരിയാക്കിക്കോ. ഈ ദിവസങ്ങളിൽ മറുപടി ലഭിക്കും. എത്ര പേര് ആമീൻ പറയും? നിന്റെ കുഞ്ഞ് സൗഖ്യമാകും, നിന്റെ വീട് വിടുവിക്കപ്പെടും, നിന്റെ സ്റ്റക്കായ പേപ്പർ റിലീസാകും, നിന്റെ യാത്രയുടെ വഴികൾ ഒരുക്കപ്പെടും. ആരാധിക്കുന്ന ചിലരോട് ഐക്യമത്യപ്പെട്ട ശബല ജഗത മബദ ദൂര ദാന ഗംശന. എവിടോ വലിയ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് കാണിക്കുക. യേശുവിന്റെ നാമത്തിൽ നിന്റെ വീടിനകത്ത് ഇനിയും അത് തടസ്സപ്പെട്ട് കിടക്കാൻ സമ്മതിക്കത്തില്ല. എന്നോട് ദൈവാത്മാവ് പറയുക, ഇന്ന് ചിലതിന്മേൽ ദൈവത്തിന്റെ സീല് വീഴാൻ പോവുക. ദൈവം ചിലതിനെ മുദ്ര ചെയ്യാൻ പോകുകയാ. എത്ര പേർക്ക് ആത്മാവി പ്രാർത്ഥിക്കാൻ കഴിയും? ഇന്ന് പ്രയർ തീരുന്നതിന് മുമ്പ് നിനക്കെതിരെ വന്ന മെഡിക്കൽ റിപ്പോർട്ട് തിരിയാൻ പോവുക. നിനക്കെതിരെ എംബസിയിൽ നിന്ന് ലഭിച്ച പേപ്പർ ക്യാൻസൽ ആകാൻ പോവുക. പുതിയ പേപ്പർ ഹമന ദുരബല ധീരബല ഹംദന ദുരമന
ഐക്യതയെ കെടുത്തുന്ന സ്പിരിറ്റ് ഇന്നത്തെ പ്രാർത്ഥന അഴിഞ്ഞു പോകണം. ഇതിനകത്ത് ഭയങ്കര ഐക്യത. ഹല്ലേലൂയ. ഇനി താഴോട്ട് വായിച്ചു വരുമ്പം നമുക്ക് ദൈവത്തിന് സ്തോത്രം. താഴോട്ട് വായിച്ചു വരുമ്പം ഹല്ലേലൂയ നമുക്ക് പഠിക്കാൻ കഴിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ 15-ാമത്തെ വാക്യം. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രം ഉള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അപ്പൊ ആരെങ്കിലും ഒരു സഹോദരൻ നിന്നോട് പിഴച്ചാൽ അവനെ ഇങ്ങനെ ഫേസ്ബുക്കിലും യൂട്യൂബിലും എഴുതി കുളമാക്കുവല്ല ചെയ്യേണ്ടത്. ബൈബിളാ പറയുന്നത് എന്തുവാ ചെയ്യേണ്ടിയെന്ന്. നീ ചെന്ന് നീയും അവനും മാത്രം ചെന്നിട്ട് നീയും അവനും മാത്രം ഉള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവനോട് പറയണം, ബ്രദറെ നീ ചെയ്ത് ഇത് ശരിയായില്ല, അതുകൊണ്ട് നീ അതിന് മാറ്റം വരുത്തണമെന്ന് അവനോട് പറയണം. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. നമുക്ക് പറയാനേ പറ്റൂ. നമ്മൾ പോലീസും അല്ല പട്ടാളവും അല്ല. ഒരു ഉപദേശിക്ക് എന്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ? പറയാനേ പറ്റൂ. സ്വീകരിക്കേണ്ടത് അവരവരുടെ മാത്രം ഉത്തരവാദിത്തം. ഈ വാക്യത്തിലോട്ട് വരാൻ പോവാ, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. സഭയിൽ നിന്ന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെന്ന് അവനോട് സംസാരിക്കണം. അവരെയും കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കാം. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറംജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചേ. ഒന്ന് തന്നെ പറയണം, പിന്നെ അവന് പ്രിയപ്പെട്ട 2-3 പേരെ കൊണ്ട് പോയി പറയണം. എന്നിട്ടും കേട്ടില്ലെങ്കിൽ സഭയെ അറിയിക്കുക. സഭയെ കൂട്ടാക്കിയില്ലെങ്കിൽ അവൻ നിനക്ക് പുറംജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. അവനെ പുറത്താക്കിയേക്കണം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സഭയ്ക്ക് കൊടുത്ത അധികാരം വരിക. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും സ്വർഗം വരെ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും. ഇനിയും കർത്താവ് പഠിപ്പിക്കുക. ഇപ്പൊ സ്വർഗത്തിൽ പോകുന്ന കാര്യം പഠിപ്പിച്ചു, വെട്ടിക്കളയലിനെ കുറിച്ച് പഠിപ്പിച്ചു, ചുഴിന്നെടുക്കാനെ കൊണ്ട് പഠിപ്പിച്ചു, താഴ്മയെ കുറിച്ച് പഠിപ്പിച്ചു. എന്നിട്ട് പറയാണ് ഇനി എങ്ങനെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കുന്നവർ വളരെ കുറവാണ്. ഇനി ഇപ്പൊ ഈ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച പലരും ഇപ്പൊ എഴുന്നേറ്റ് പോകാൻ സാധ്യതയോ. ആരും എഴുന്നേറ്റ് പോകരുത്. നിങ്ങൾ അതിന് മാറ്റങ്ങൾ വരുത്തണം. ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐക്യമത്യം, അതായത് ഒരുമ. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ചില പ്രാർത്ഥനകൾ ഉണ്ട്. ഈ മത്തായി സുവിശേഷത്തിൽ തന്നെ കിടപ്പുണ്ട്. നമ്മൾ അവിടോട്ട് വന്നേ ചിന്തിച്ചു വരാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം എടുത്തേ, 5-ാമത്തെ വാക്യം വെച്ച് 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലാകരുത്. ഈ കപടഭക്തിക്കാരന്റെ പ്രാർത്ഥന എന്തുവാ? സ്വയം നീതീകരിച്ച് പ്രാർത്ഥിക്കും. കപടഭക്തിക്കാരന്റെ പ്രാർത്ഥന. 2-ാമത്തെ പ്രാർത്ഥന 7-ാമത്തെ വാക്യം. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജൽപ്പനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുവാ? അല്ല, എന്തുവാ ഈ ജൽപ്പനം ചെയ്യുന്നത്? നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജൽപ്പനം ചെയ്യുന്ന പറഞ്ഞാൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കുമല്ല, ഹൃദയത്തിൽ നിന്നല്ലാതെ വരുന്നതെല്ലാം ജൽപ്പനമാണ്. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. നമ്മളിപ്പോ സുറിയാനി ചൊല്ലി, നമുക്ക് സുറിയാനി അറിയത്തില്ല, നമ്മൾ ചൊല്ലി പഠിച്ചത് കൊണ്ട് അങ്ങ് ചൊല്ലുക. ഒരാൾ പ്രാർത്ഥിച്ചു എന്ന് സ്ഥിരമായിട്ടൊരു പ്രാർത്ഥനയാണ്, അത് ഉള്ളിൽ നിന്ന് വരണം പ്രയർ. ഒരാമയും വരുന്നില്ല, അല്ലാത്തതെല്ലാം ജൽപ്പന. ഓ ഹല്ലേലൂയ. പ്രാർത്ഥന ഹൃദയവുമായിട്ട് കണക്ട്. പൗലോസ് പറഞ്ഞാൽ ബുദ്ധിയിലും പ്രാർത്ഥിക്കും, ആത്മാവിലും പ്രാർത്ഥിക്കും. നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ഹല്ലേലൂയ. ഇങ്ങനെ മന്ത്രം ഉച്ചരിക്കുന്ന പോലെ ഹൃദയത്തിൽ ഒന്നുമില്ല, അപ്പൊ തന്നെ വാതിലടച്ചായിരുന്നു കൊച്ചിപ്പം ചിലപ്പം ഫ്ലൈറ്റ് കയറി കാണുമായിരിക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം, ബന്ധിക്കുന്നു. ജൽപ്പന അങ്ങനല്ല, ഇത് ഹൃദയത്തിൽ നിന്ന് വരണം. ഒരാമയും പറഞ്ഞാട്ട് ഇവിടെ ഗഹനമായിട്ട് വരാൻ പോവാ, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം എങ്ങനെ പ്രാർത്ഥിക്കണം? ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കണം. ഈ വേദപുസ്തകത്തില്
ഈ നമ്മൾ ഇപ്പൊ വായിച്ച മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ തന്നെ എനിക്കൊന്ന് 20-ാമത്തെ വാക്യത്തിലാന്ന് തോന്നുന്നു, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടിയാൽ, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും. അതെത്രാം വാക്യം? 20-ാം വാക്യം. 2 or 3 പേര് എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും. ബൈബിളിന്റെ ഒരു നിയമമാണ്, ഒറ്റയ്ക്കല്ല 2 പേര് വേണം. ഈ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ബൈബിളിൽ എഴുതി, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ 2 പേരെ ഒന്നിച്ച് ചേർത്താണ് ദൈവം കുടുംബം ഉണ്ടാക്കിയത്. ഇനി പുതിയ നിയമത്തിൽ വരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ വരുമ്പോൾ വേറൊരു ഭാഗത്തുണ്ട്, ഒരു പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറ്റിച്ചേരും, ഇരുവരും. ഇത് തന്നെ പുതിയ നിയമത്തിലുണ്ട്, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകയാത്മാവിലാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഈ നമ്മുടെ ഒരു കുഴപ്പം, നമ്മൾ വേണേ കർത്താവിനോട് പറ്റും, അടുത്തിരിക്കുന്ന ആളോട് പറ്റത്തില്ല. ഈ ചിലരുടെ കണ്ണിൽ എല്ലാവരും അശുദ്ധരാണ്. എല്ലാവരും എന്തോ, ആ ബ്രദർ ഇന്ന കുറവുണ്ട്, അവനൊരു നുണയനാണ്, അവനെ കൊള്ളത്തില്ല, അവന് കൈ കൊടുക്കാൻ കൊള്ളത്തില്ല. അതിനും വാക്യമുണ്ട്. ഈ ബൈബിൾ എല്ലാത്തിനും വാക്യമുണ്ട്. ഒന്നും മിണ്ടുന്നില്ലല്ലോ. നമ്മുടെ അടുത്തിരിക്കുന്ന ആള് മിണ്ടിയപ്പം മുതൽ ഒരു പോരാട്ടം അടിക്കുന്നുണ്ട്. അങ്ങനല്ല. എപ്പോഴും ഓർക്കണം, നമുക്ക് ദൈവം തന്നേക്കണം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അങ്ങനെ അന്ന് ഓപ്പോസിറ്റ് ഇരുട്ടാണല്ലോ. ഒരു ചോദ്യം, എവിടെങ്കിലും വെളിച്ചത്തെ ഇരുള് മൂടിയിട്ടുണ്ടോ? ഇല്ല, ഇരുട്ടിനെ വെളിച്ചമായി മൂടിയിട്ടുള്ളൂ. നീ വെളിച്ചമാണെങ്കിൽ, നിന്റെ അടുക്കലിരിക്കുന്ന ഇരുളാണെങ്കിൽ, അല്പം കഴിയുമ്പോൾ അവനും വെളിച്ചമാവും. ഓ, മനസ്സിലായി വരുന്നുണ്ടോ? ഹല്ലേലൂയ. വലിയ കാര്യങ്ങളിലോട്ട് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുകയാ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ നമ്മൾ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. സ്തോത്രം. എന്താ കാര്യം? നാം ദൈവത്തോട് പറ്റിയിരിക്കുന്ന പോലെ തന്നെ ബൈബിൾ എഴുതിയിട്ടുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ നമുക്കെല്ലാവരും ഈ ദൈവത്തെ സ്നേഹിക്കും, അടുത്തൊരാളെ സ്നേഹിക്കത്തില്ല. ഇപ്പൊ നമ്മുടെ അടുത്തൊരു ഹിന്ദുവാണ് താമസിക്കുന്നെങ്കിൽ, നമ്മൾ അവനെ പുള്ളിയെ കാണുന്നത് ഭയങ്കര വിഗ്രഹ സേവിയാണ്, അവൻ ഭയങ്കര ബന്ധനമാണ്, നമ്മളെ നോക്കിയാൽ തന്നെ നമ്മുടെ വീട്ടിലെ തെങ്ങ് കരിഞ്ഞു പോകുന്നു പറഞ്ഞാൽ നിൽക്കുന്നത്. കണ്ട മിണ്ടുന്നില്ലല്ലോ. തൊട്ടപ്പുറത്തൊരു മുസ്ലിം സഹോദരനാണ്. അവർ പറഞ്ഞു അവരത്ര വലിയ കുഴപ്പമില്ലെന്ന്. നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ പറഞ്ഞു, എൻ്റെ ബ്രദറെ, അവരുടെയൊക്കെ അടുക്ക താമസിച്ച പിന്നെ അങ്ങ് ഇരുട്ട, നമ്മൾ ലോകം വിട്ടു പോകേണ്ടി വരും. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ അപ്പൻ ക്രിസ്ത്യാനി ആയോണ്ട് നമ്മളും ക്രിസ്ത്യാനിയായി. ഇപ്പൊ കൃപയാ കർത്താവിനെ കണ്ട. അവരുടെ അപ്പൻ ഹിന്ദു ആയോണ്ട് അവര് ഹിന്ദുവായിട്ട് വളരും. അപ്പുറത്തെ അവരുടെ അപ്പൻ മുസ്ലിം ആയതുകൊണ്ട് അവർ മുസ്ലിമായി വളരുന്നു. പക്ഷെ ഓർക്കണം, ഇവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. ഒരാമയും പറഞ്ഞാട്ട്. അപ്പം നിങ്ങൾക്ക് ഇനി ശ്രദ്ധിക്കണം, നാം ഇവരെ എല്ലാം സ്നേഹിക്കേണ്ടവരാണ്. എത്ര പേര് ആമയും പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിച്ചിവിടെ ഗഹനമായിട്ട് ഈ ദൂതിനെ കൊണ്ടുപോവാം. അപ്പം ഒരു സ്ത്രീയും പുരുഷനും കൂടെ ചേരുന്നത് പോലെ നാം ദൈവത്തോട് ചേരുന്ന പോലെ തന്നെ 2 പേർ ഐക്യതയുള്ളവരാണ്. ഇനി കർത്താവ് പ്രാർത്ഥിക്കുമ്പം പറയുക, എങ്ങനെ പ്രാർത്ഥിക്കണം? ഐക്യതയോടെ പ്രാർത്ഥിക്കണം. ശുശ്രൂഷിക്കുമ്പം കർത്താവ് വിട്ടപ്പം 2 പേരെയാ വിട്ടെ, ഒരാളെ അല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാത്തിനും ഈ ബൈബിളിൽ 2 എന്ന പദം വളരെ വിലപ്പെട്ടതാണ്. ഞാൻ ബൈബിളിലെ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മനസ്സിലോട്ട് ഒന്ന് കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. യോശുവയുടെ പുസ്തകത്തിൽ വാക്യമുണ്ട്, വായിക്കണ്ട, ഞാൻ പറയാം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരു വീട്ടില് 4 അംഗങ്ങളുണ്ടെങ്കിൽ ആ 4 അംഗങ്ങളും ഒരേപോലെ ആയിരിക്കണം. അതാണ് യഥാർത്ഥ ആത്മീക ജീവിതം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഞാൻ ചോദിക്കുക, നിങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനാണോ? കിട്ടുന്നില്ല. ഞാൻ ഇന്നാളെ ഒരു ദിവസം ഒരു വീട്ടില് എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചോണ്ട് പോയി. അപ്പൊ ഞാൻ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ
അവിടുത്തെ പപ്പായും മമ്മിയും എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനിരുന്നു. മോളും വന്ന് പ്രാർത്ഥിക്കാനിരുന്നു. അപ്പൊ ഞാനിവിടെ സ്തോത്രം മേളത്തെ നില ഭയങ്കര ആരാധന. അപ്പൊ ഞാന് നിർത്തിയോ ചോദിച്ചു, മേൾ റെന്റിന് കൊടുത്ത? അല്ല, മോളും മൂത്ത മോളും ഹസ്ബൻഡുമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അവര് പ്രാർത്ഥിക്കാൻ വരത്തില്ലയോ? എന്നാലും അവര് പറഞ്ഞു, അവര് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കത്തില്ല, ഞങ്ങളുടെ കൂടെ കഴിക്കത്തില്ല, പക്ഷെ ഭയങ്കര ശുശ്രൂഷകനാ. ഞാൻ പറഞ്ഞു, അച്ഛാ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. പുള്ളിക്ക് ഭയങ്കര ശുശ്രൂഷയാണ്, പക്ഷെ അപ്പനോടും മിണ്ടത്തില്ല, അമ്മയോടും മിണ്ടത്തില്ല, പെങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കത്തുമില്ല, അവർക്ക് 1 രൂപ കൊടുക്കത്തുമില്ല. മേളത്തെ നല്ല ഭയങ്കര ശുശ്രൂഷയാണ്. എനിക്ക് അംഗീകരിക്കാൻ വലിയ പാടാണ്. നിങ്ങൾ അംഗീകരിക്കുമോ? അപ്പൊ മനസ്സിലാ, ഇവിടെ ഒരു വലിയ കാര്യം കർത്താവ് പഠിപ്പിക്കുക. എഴുന്നേറ്റ് പോകില്ലെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. ഇന്ന് അത്യാവശ്യക്കാരൻ പോയാലും പ്രശ്നമാവും. ശ്രദ്ധിക്കണം. ഈ ഏത് തകർന്ന അവസ്ഥയിൽ നിന്നും യൂണിറ്റി ഉണ്ടെങ്കിൽ ആ വ്യക്തി ഉയർന്നു വന്നിരിക്കും. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ, നിങ്ങൾക്കറിയോ, ഈ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് യൂണിറ്റി തകർക്കുക. എന്തുവാ? ഐക്യത തകർക്കുക. ഒരു വീടിനെ 4 തട്ടിൽ. ഞാന് പ്രയർ നിർത്തിവെച്ച് പറഞ്ഞു, ഞാൻ മേളത്തെ നില വരെ പോവാ. പാസ്റ്ററെ വെല്ലുവും പറയും. ഞാൻ പറഞ്ഞു, ഉപദേശില്ലയോ, ഞാൻ കേട്ടോളാം. ഞാൻ ചെന്ന് വാതിനെ മുട്ടി. ആരാ? അനിപ്പാസ്റ്റർ. പാസ്റ്റർ പ്രൈസ് ലോർഡ്. പാസ്റ്റർ വന്നോ? ഞാൻ പറഞ്ഞു, നിന്റെ വീട്ടിൽ ഞാൻ വന്നിട്ട് നീ അറിഞ്ഞു? എന്നോട് ഡാഡിയും മമ്മിയും പറഞ്ഞില്ല, താഴെ പ്രാർത്ഥിക്കാൻ. ഞാൻ വരാം. എൽസി വരത്തില്ല. ഞാൻ പറഞ്ഞു, എൽസി താഴെ വാ. എൽസി അരമടിയോടെ താഴെ വന്നു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പോവാ. എൽസിയുടെ മുഖം കണ്ടിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം ഭർത്താവിനോട് പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിക്കാൻ മതി. പറ്റുകയില്ല. നിങ്ങളുടെ വീട്ടിൽ പിശാച് തകർത്തിട്ടേക്കുവാ. അപ്പം പഴയ കഥയെല്ലാം കൂടെ എടുത്തിട്ട് കഥ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ക്ഷമിക്കാൻ ഹൃദയമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, മേളിൽ പോയി കാറ്റൊക്കെ കൊണ്ട് നല്ല പപ്പടം കാച്ചി കഴിച്ചോളാൻ പറഞ്ഞു. ക്ഷമിക്കാൻ മനസ്സില്ലല്ലോ. അടുത്തിരിക്കുന്നവരോടൊക്കെ ക്ഷമിക്കാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ചിരിച്ചോണ്ട് വരും. ക്ഷമിക്കാൻ മനസ്സുണ്ടോ? ഞാൻ ചോദിക്കുന്ന കാര്യം, ഇപ്പൊ ഞാനും നമ്മുടെ കാര്യം പറയാം. ഞാനും സണ്ണി പാഷും കൂടെ അടുക്കരിക്കുന്നത്. എനിക്ക് പാഷിനോട് ക്ഷമിക്കാൻ ഞാൻ ക്ഷമിച്ചു ബ്രദറെ, പക്ഷെ സണ്ണി പാഷ് ക്ഷമിക്കുന്നില്ല. അതെന്തിനാ നീ നോക്കുന്നത്? നമ്മളോട് ആര് മിണ്ടിയില്ലേലും നമ്മൾ മിണ്ടും, ആര് സഹകരിച്ചില്ലേലും നമ്മൾ സഹകരിക്കും. ആരുടെയും കുറ്റം നമ്മുടെ വാവ് കൊണ്ട് നമ്മൾ പറയത്തില്ല. കാരണം നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടേലേ പറ്റൂ. എത്ര പേരാ തീരുമാനം എടുക്കുന്നവരാ? കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, 2 കൈ ഉയർത്തിപ്പിടിക്കണം. ചുമ്മാതെ കൈ ഉയർത്തരുത്. ദൈവത്തിന് മുമ്പിലാ കൈ ഉയർത്തുന്നത്. ആര് മിണ്ടിയില്ലേലും ഞാൻ മിണ്ടും. നിന്റെ വീട്ടിലെ പ്രോബ്ലമാ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പ്രശ്നത്തിന്മേൽ ചായം പൂശി വെച്ച് ഞാൻ പോകുവല്ല. നിങ്ങൾക്ക് യഥാർത്ഥ സൊല്യൂഷൻ പറഞ്ഞു തരിക. എന്നോട് ഹോളി സ്പിരിറ്റ്, നിന്റെ വീടിനകത്ത് എന്തുകൊണ്ട് ഇത്രയും നാൾ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല? ഇന്ന് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. ആ കൈ ഉയർത്തിപ്പിടിച്ച് തീരുമാനിക്കുക, കർത്താവേ ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ ആരോടും വിഘടിച്ച് നിൽക്കത്തില്ല. ജീസസ്, തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചേ. ഞാൻ ആരോടും വൈരാഗ്യപ്പെടത്തില്ല, ഞാൻ സ്നേഹിക്കും. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും കൈ ഉയർത്തിപ്പോയി. എന്നോട് മിണ്ടാത്തോട് ഞാൻ കേറി മിണ്ടും. എൻ്റെ വീട്ടിൽ ഐക്യത. താഴേണ്ടടുത്ത് ഞാൻ താഴും. ശിശുവിന്റെ ഹൃദയം. നിന്റെ കാലിടർച്ച വരുത്തിയാൽ അത് മാറ്റിക്കളയും. കൈ ഇടർച്ച, അതിനർത്ഥം എന്തുവാ? നിന്റെ ലൈഫിൽ മാറ്റേണ്ടത് മാറ്റണം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഈ വർഷം ഞങ്ങൾക്കൊരു റെസ്റ്റോറേഷനെ കുറിച്ചാണ്, ഒരു പുനഃസ്ഥാപനത്തെ കുറിച്ചാണ് ദൂത്. ഇന്ന് ഇതിനകത്ത് ഒരു പുനഃസ്ഥാപനം, ഒരു റെസ്റ്റോറേഷൻ ഇതിനകത്ത് നടക്കുന്നുണ്ട്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന എന്തുകൊണ്ട് കേട്ടില്ല എന്നൊരു ചോദ്യത്തിന് ദൈവം ഞങ്ങളോട് സംസാരിക്കല്ലോ.